എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. മോളുണ്ട്. ഇന്ന് മോളുവിന്റെ ഒരു ദിവസമാണ് കാണിക്കിന്. അപ്പൊ കാലത്ത് തന്നെ ചീര മുറിക്കണോ മോനെ? അപ്പൊ ഇതൊരു കട ചീരയല്ല മോനെ? രണ്ട് കടയിൻ്റെ ഇതുമ്പോ എന്തോരം പട്ടായി മുറിക്കിന്. ഒരുപാട് തവണകളായി ഇതിന്ന് മുറിക്കിന് അല്ലേ? ഇത് മൊത്തം മുറിച്ച് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം, ബാക്കി ആർക്കെങ്കിലൊക്കെ കൊടുക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കണ്ട പൂവായി തുടങ്ങി. പൂവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ല. ഇതാർക്കൊക്കെയോ മുറിച്ച് കൊടുക്കും ആള്. ദേ പുറത്തൊക്കെ ദേ പൂവായിട്ട് നിർത്തിയിട്ടുണ്ട് കണ്ട. കാരണം എന്ന് വെച്ചാൽ അടുത്ത ഈ പൂവ് അങ്ങോട്ട് കൊഴിഞ്ഞിട്ടേ നിറയെ അങ്ങോട്ട് മുളയ്ക്കും. അപ്പോൾ അത് ഹോം ടൂർ ചെയ്തപ്പോൾ പിന്നിൽ പ്ലാവ് വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമൻറ്റ് ബോക്സിൽ കണ്ടു. പ്ലാവൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ. 1-2 പ്ലാവ് അവിടെ, ഒരു പ്ലാവ് ദേ ഇവിടെ ഒക്കെ. ഇത് ദേ ഒരു മാവ്, ഇത് മോള് കുരു പാവി ആക്കിയ മാവ. പിന്നെ ദേ ഒരു പേരമ്മ കായ ഉണ്ടായതാണ്. ഇതേ കണ്ട ഒരു പൂവ് നിൽക്കണ കണ്ട, അതൊരു ചെറിയ കായ. അത് പക്ഷേ ഒക്കെ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഒക്കെ വീണ് പോയി. ദേ വീണ് പോയ കമ്പുകളാണ് അത് നിൽക്കുന്നതൊക്കെ കണ്ട. ഇതൊക്കെ ഉണ്ടായതാണ്, പക്ഷെ അതൊക്കെ പോയി. ഇനി വരുമായിരിക്കും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ദേ ഇവിടെ ഒരു ഒട്ടുമാവ്, തൊട്ടുമാവാ. അതിൻ്റെ ഇടയിൽ വിട്ടുപോയി കിടക്കുക. അത് ആദ്യം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ പിന്നെ അത് കളഞ്ഞിട്ടില്ല. ദേ നമ്മുടെ മറ്റേ സോഡാപ്പുളി എന്ന് പറയും, സ്റ്റാർ ഫ്രൂട്ട് നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട് കണ്ട. ഇപ്രാവശ്യത്തെ എന്താണാവോ ഒത്തിരി വലിപ്പക്കുറവാ. അല്ലെങ്കിൽ നല്ല വലിയതായിട്ടുണ്ടാവാറ്. നല്ല വലിയതല്ല, ഇത്തിരി കൂടി വലിപ്പം വയ്ക്കാറുണ്ട്. ഇത് കുറേ നിലയൊക്കെ പൊട്ടിച്ച് തിന്നു ഞാൻ. നമുക്കുള്ളത് കുറച്ച് മാറ്റി വയ്ക്കി. ആർക്കാന്ന് വെച്ചാൽ അവർക്കൊക്കെ കൊടുത്തോ. കുറച്ചെടുത്തോ. നമുക്ക് ഇത്തിരി വെറുതെ കഴിച്ചാലും നല്ലതാണ് അത്. ചീരരാൻ അല്ലേ? മതി. ഞാൻ 2 കൂട്ടർക്ക് കൊടുക്കാണ്ടാവുമോ? എന്താ അറിയില്ല. എണീറ്റ് പക്ഷെ അലക്കൊക്കെ കഴിഞ്ഞു കേട്ടോ ആളുടെ. നേരത്തെ ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും ആൾ അലക്കൊക്കെ കഴിച്ച് ഇവിടെ ഇറ്റു. നേരത്തെ ചെയ്യുവേ. കാരണം എന്താ കടയിൽ പോണ്ടേ. അതൊക്കെ നേരത്തെ ചെയ്ത്. ഞാൻ താഴ്ത്തി മുറിച്ചതാ. ഇതിവിടെ ഒരു വലിയ വേപ്പാടുന്നല്ലോ മോനെ. പണ്ടുണ്ടായിരുന്നതാ. അത് പെരപണിയില് ഇതിലൊക്കെ വെട്ടി കാടടക്കം കളഞ്ഞതാ. പിന്നെ വിഷമാടുന്നു ആൾക്ക്. തന്നെ അത് പൊടിച്ചു വന്നു. പൊടിച്ച് തഴച്ചു വന്നു ആള്. നിറയെ ഇലയിട്ട് വന്നിട്ട് കെട്ടി നിർത്തി വെക്ക ആള്. അതിവിടെ കൊറേ കാലങ്ങളായിട്ടുള്ള വേപ്പാലായിരുന്നല്ലോ മോനെ. ആദ്യമായിട്ട് വേപ്പ് വെച്ച് ആദ്യമായിട്ട് പിടിച്ചത്. പിന്നെ ഫ്രണ്ടിൽ ഒരു വേപ്പ് ഉണ്ടായിരുന്നു അല്ലേ? നല്ല വേപ്പാടുന്നത്. അത് പോയി. അത് പോവാണ്ട് ശരിയാവില്ലായിരുന്നു. അത് നമ്മൾ കളഞ്ഞു. അത് അപ്പൊ ഇനി ആളുടെ നനയാണ്. കാലത്ത് തന്നെ നനയ്ക്കും. കാലത്തല്ല 2 നേരം നനയ്ക്കും മോൻ. ഒരു നേരം നനയ്ക്കുള്ളൂ. നേരത്തെ നനയ്ക്കും. ഇവിടെ ഈ പൈപ്പിൽ നേരത്തെ വെള്ളം. ഇത് മറ്റേ അപ്പോൾ 2 നേരം നനച്ചാലാണ്. ഭയങ്കര ചൂടാണേ. അത് പിന്നത്തെ നേരം വരുമ്പോഴേക്കും അതൊക്കെ വാടി തളർന്നുണ്ടാവും. കറ്റാർ വാഴയാണത് കേട്ടാ. കറ്റാർ വാഴ നിൽക്കണേണ്ട. പിന്നെ അപ്പുറത്തത് ഇനിച്ചേച്ചി കൊള്ളിയൊക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ നനയ്ക്കും. അങ്ങനെ ഇപ്പം അപ്പുറത്തേന്നൊന്നുമില്ല. നനയ്ക്കിനോട് കൂടിയല്ല നനയ്ക്കും. പറിക്കുമ്പോഴും അങ്ങനെ തന്നെയാട്ടാ. അപ്പുറത്തേന്നൊന്നുമില്ല. കൊള്ളിയൊന്നും നനയ്ക്കാറൊന്നുമില്ല. ജിനേച്ചും ചിലപ്പോൾ നനയ്ക്കും. കൊള്ളിയൊന്നും നനയ്ക്കേണ്ട കാര്യമില്ല. വല്ലപ്പോഴും ഒരു ദിവസം നനച്ചാൽ മതി. വെണ്ട നട്ടുണ്ട്. അതാണ് അതൊന്നും നനയ്ക്കും. ആള് വെണ്ടത്തൈ അതിൻ്റെ ഇടയിൽ വെണ്ടകൾ നട്ട് കൊടുത്തിട്ടുണ്ട്. അത് മഴ വരുമ്പോൾ അത് ഉഷാറായിക്കോളും. അത് വെണ്ടക്കായ ഉണ്ടായോ ഉണ്ണിയെ? അത്രയും കുഞ്ഞ വെണ്ടയായിരുന്നൂല അത്. പൂണ്ടായി നിൽക്കണേണ്ട. ഇനി ചീര ഇഷ്ടം പോലെ ഔട്ടുണ്ണിയെ. കതിര് അങ്ങോട്ട് വീണിട്ടേ മഴ ഒരെണ്ണം പെയ്ത് കഴിഞ്ഞാ ചീരയുടെ കള്ളിയാവും. ഇവിടെയൊക്കെ നിറയുണ്ട്. ഇവിടെയൊക്കെ ചീര ഉണ്ടായിരുന്ന സ്ഥലം അല്ലേ?
നമ്മുടെ മറ്റേ പപ്പയാണോ? ആ അത് നന്നായില്ലേ, പക്ഷെ ഇപ്പൊ അപ്പൊ നന്നായി നന്നാവും അത്. ഇപ്പൊ നന്നായി വരുന്നുണ്ട്. ഇത് ഉണ്ടായി ഇങ്ങനെ പാല് പോലത്തെ ഉണ്ടായിട്ട് ഇപ്പൊ പിന്നെ കുറച്ച് ഭേദമുള്ള. അതിന്റെ ഇലകളൊക്കെ ഇങ്ങനെ കോല് 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 പോലെയായില്ലേ. അതിനെന്തോ ഒരു കേട് വന്നുട്ടാ. അതിന് ശരിയായിക്കോളും. നന്നാവുണ്ട് തോന്നുന്നുണ്ടത്. ഇവിടെയൊക്കെ കുറേ ബൊഗൈൻ വില്ലകൾ വെച്ചിട്ടുണ്ട് കേട്ടാള്. ഇതൊക്കെ ഒടിച്ചൂത്തിയും പിന്നെ മാളുവിന്റെ കൂടെ പോകുമ്പോ വാങ്ങിക്കുന്നതല്ലേ മോനെ ഇതൊക്കെ. 2 എണ്ണം വാങ്ങിച്ചിട്ടുള്ളോ. ഈ വയലറ്റും ഈ വെള്ളയും വാങ്ങിച്ചതാ. ബാക്കിയൊക്കെ ഒടിച്ചൂത്തിയല്ലേ. ആദ്യം വാങ്ങിച്ചതല്ലേ. ഇത് കൊറേ കാലമായി. ഇത് കണ്ടില്ലേ എന്റെ കട. ഇത് മാളുവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാ ഒരിക്കൽ ഒടിച്ചു കുത്തിയിട്ട്. പക്ഷെ ഇത് കൊറേ കാലമായതാ. എന്റെ കട കണ്ടില്ലേ. കട നല്ല കനം വെച്ചു. ഈ വയലറ്റ് പുതിയത് വാങ്ങിച്ചതല്ലേ. വയലറ്റ് മാത്രം പുതിയത് വാങ്ങിച്ചതാ. വെള്ളയൊക്കെ കൊറേ നാളായിട്ട് വാങ്ങിച്ചതാ. നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വലുതാവും. പക്ഷെ കുറെ ഉണ്ടാവും നിലത്ത് വെച്ചാ. അടിനീയങ്ങളൊന്നും ഇപ്പൊ പോവില്ലല്ലോ മോനെ. പൂണ്ടാവും. ഉണ്ടാവണ സമയൊന്നും എന്താ ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. കമ്പൊടിച്ചു കുത്തി വെച്ചതല്ലേ. ഇതൊക്കെ കമ്പ് വെച്ചിട്ടുള്ളതാട്ടാള്. പിന്നെ അതേ തൈക്കള് ഞാൻ കാണിച്ചു തരാട്ടാ. തൈക്കള് ആള് പാവി നിറച്ച് നിർത്തിയിട്ടുണ്ട്. ചെത്തികളൊക്കെ നാളിതേ മോളുടെ കൂടെ പോയപ്പോ മേടിച്ചതാട്ടോ. മാളുവിന്റെ കൂടെ പോയപ്പോ ഒക്കെ അതേ മുട്ടിട്ട് നിറയെ. ഇതൊക്കെ ഈ ചട്ടിയിൽ തന്നെ ആയിരുന്നു ഉണ്ണിയെ. കവറിലായിരുന്നു. അത് എന്നിട്ട് മോയിലേക്ക് ഇറക്കി വെച്ചു അല്ലേ. നമ്മളിവിടെ ഇങ്ങനെ ചെടി വെക്കാൻ വേണ്ടിയിട്ടാട്ടാ അച്ഛനെ കൊണ്ട് കെട്ടിച്ചതാണിത്. ചെടിയിൽ വെക്കുമ്പോൾ ഇത്തിരി വൃത്തിയിൽ വെക്കണ്ടേ. ചെടിയാന്ന് പറഞ്ഞാലും വൃത്തിയുള്ള സ്ഥലം എന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ. അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ 10 മണി വെച്ചിട്ടുണ്ട്. 10 മണിക്ക് ഇതൊക്കെ പൂക്കൾ വിരിയും കേട്ടോ. ഇപ്പോൾ പൂക്കൾ വിരിഞ്ഞിട്ടില്ല നേരത്തെ ആയ കാരണേ. അപ്പം അല്ലെങ്കിൽ എല്ലാത്തിലും പൂക്കളുണ്ട്. അതൊരെണ്ണെന്തോ കരിഞ്ഞു കണ്ട. വാ അതങ്ങനെ വല്ല പിള്ളേരാനും വലിച്ചാവോ അറിയില്ല. അത് മോൻ തണലത്തേക്ക് വെക്കുക. അധികം വെള്ളം ഒഴിക്കണ്ടേ. ഇതൊക്കെ ഇത്തിരി വെറൈറ്റി ചെടികളാട്ടാ. ആൾക്ക് ഈ വെറൈറ്റികൾ ഇത്തിരി ഇഷ്ടമാണ്. ഇവിടുന്നെങ്കിലൊക്കെ ആൾക്ക് ടീച്ചർമാരൊക്കെ ഉണ്ട് കടയിൽ. അവരൊക്കെ ഈ ചെടികൾ ഇഷ്ടമുള്ള കാരണേ ടീച്ചർമാരൊക്കെ തിരിച്ച് കൊണ്ടു കൊടുക്കും. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന ഉണ്ടാക്കി വയ്ക്കുന്നതും. പിന്നെ മാളുവിൻ്റെ അടുത്ത് നിന്ന് എല്ലാതും കൊണ്ടുവരും. മാളുവിൻ്റെ കൂടെ പോകുമ്പോൾ വാങ്ങിക്കും 1 2 3 4 അങ്ങനെയാണ്. ചേച്ചി മോളാണ് മണ്ണുത്തിയിലേക്ക് എപ്പോഴും പോവേ. അപ്പോഴും വാങ്ങിക്കും. ഇത് ഇന്നാൾ പോയിപ്പോൾ സുജിമോൻ്റെ കൂടെ പോയപ്പോൾ പുതിയത് വാങ്ങിച്ചതാണ്. ബൊഗൈൻ വില്ല തന്നെയാണ്. ഇതെന്തിട്ട് കളർ ഉണ്ണിയ? ഒരു ചെങ്കല്ല് കളർ അല്ലേ. പൂ പോയി അതുപോലത്തെ ഓറഞ്ച് വെറൈറ്റി കളർ കണ്ടപ്പോൾ വാങ്ങിച്ചതാ. 250 രൂപ അല്ലേ മോനെ ഒരു തൈന്. തണലത്ത് കൊണ്ട് വെച്ചോക്കാം. 250 പൂ അല്ലെങ്കിൽ. അന്ന് നമ്മൾ കൊണ്ടുവന്ന് വെച്ച ഈ സൈഡിലത്തെ ചെടികളാണ്. ഇത് മുഴുവനും പിടിച്ചു. അടീനയത്തിന്റെ തൈക്കളാ. വിത്ത് പാവിട്ടില്ല. ഞാൻ അടീനയത്തിന്റെ വിത്ത് നേരത്തെ കാണിച്ചു തന്നില്ലേ. അത് പാവിതാ. കൊറേ സമയം പിടിക്കും. അതാണ് മെനക്കെട്. കൊറേ ദിവസമായി പിടിക്കും അത് ഉണ്ടാവാനായിട്ട്. അടിയിൽ മുഴ വരൂല്ലേ. വിത്ത് നട്ടാലാണ് മുഴ വരുള്ളൂ. അത് വരും. അത് കൊറേ നാളാവുന്നു മാത്രം. പറിച്ചൊക്കെ വെച്ച് വേഗം പറിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ വരെയിരിക്കും. പക്ഷെ ഞാനിവിടെ ഉള്ളതൊക്കെ അങ്ങനെ ഉണ്ടാക്കിയത് തന്നെയാട്ടാ. കൊറേ നാളെ കൊണ്ട് ഉണ്ടായത് തന്നെയാ. 2-3 കൊല്ലൊക്കെ ആയിട്ട് ഉണ്ടായത് തന്നെയാ. എനിക്ക് തന്നിട്ടുണ്ട് കുറച്ചൊക്കെ. വീട്ടിലിരിക്കുന്നതൊക്കെ കുറച്ചൊക്കെ തന്നിട്ടുള്ളതാ. ഞാനും കുറച്ച് നട്ട് ഇതേപോലെ ആക്കി നിർത്തിയിട്ടുണ്ട്. ബൊഗൈൻ വില്ല തന്നെയാണ് കേട്ടോ മൂടി വെച്ചിരിക്കുന്നത്. എന്താ കാണിച്ചു തരാം. ഓയ്യോ കെട്ടി പൊഴിഞ്ഞ് വെച്ചോക്കാള്. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിക്കും എന്നാണ് പറയുന്നത്. നോക്കട്ടെ ഏട്ടാ. ഞാൻ എവിടുന്നോ കിട്ടിയൊരു കളറാ. അതയാൾക്ക് ഉണ്ടാവില്ലേ. അപ്പോൾ ആളതിനെ പൊതിഞ്ഞ് കെട്ടി നിർത്തി വെക്കുക. അപ്പോൾ അതങ്ങനെ പൊടിച്ചു വരും.
വേസ്റ്റ് കൊണ്ട് കളയാൻ പോകട്ടാലോ. വേസ്റ്റിന് നമുക്ക് വേസ്റ്റ് കുഴി നമ്മളവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വേസ്റ്റിൻ്റെ ഒരു ഇത് അന്ന് തന്നെ നമ്മൾ ബിജുവേട്ടൻ നമുക്ക് ഉണ്ടാക്കി തന്നതാണ്. അതിലിട്ട് കത്തിക്കാമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ മാറ്റിയിടും, അല്ലാത്തത് നമ്മളിതിൽ കത്തിക്കാറായിട്ടുണ്ട്. അപ്പോൾ പുറത്തെ കഴിഞ്ഞ് അകത്തേക്ക് കയറി എന്നിട്ടൊന്ന് ചെയ്യാൻ പോണ്. ദോശമാവ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ദോശമാവ് ഇന്നലത്തെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതല്ലേ. പിന്നെ എനിക്ക് കറിയുണ്ട മുട്ടയും മറ്റേ ഈ ബീൻസ് അല്ല, ഇത് വേറെ എന്തോ ഈ സാലഡിലൊക്കെ ഇടുന്ന ഒരു തരം ബീൻസാന്ന് പറയുന്നുണ്ട്. ഞാൻ മറ്റേ ഉപ്പേരി വെക്കുന്ന ബീൻസാന്ന് വിചാരിച്ചിട്ടാണ് അന്ന് ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചത്. അപ്പൊ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് ബട്ടർ കറിയിലൊക്കെ ഇടുന്ന സാധനമാണ്. അപ്പൊ ഇന്ന് അതും മുട്ടയും ഒക്കെ ഇട്ടിട്ട് കറി വെക്കാം. നാളെ പാൽ ഒഴിച്ച് മറ്റേത് വെക്കില്ലേ, മറ്റേന്തിട്ട് പറയാ പനീർ ഒരു കഷ്ണം, പനീർ ഒരു ഇത്തിരി ഉണ്ട്. എൻ്റെ മോളിൻ്റെ പണിയുടെ ഇരുന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ പഠിക്കാല്ലേ. എന്നാ പരീക്ഷ മറ്റേതൊക്കെ കഴിഞ്ഞു അല്ലേ. അപ്പം അത് കഴിഞ്ഞതൊക്കെ എളുപ്പമുണ്ടായിരുന്ന. അടുത്ത പരിപാടി എന്തുട്ടാന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ആള് പറഞ്ഞിട്ടില്ല ഒന്നും കേട്ടാ. +2 കഴിഞ്ഞ് മാർക്കൊക്കെ വരട്ടെ എന്നാ പറയുന്ന ആള്. അപ്പോഴാണെന്ന് തീരുമാനിക്കുന്നുള്ളൂ. അപ്പോഴേ എന്തിട്ട് ചെയ്യാൻ പോണു മോനെ? എന്നിട്ട് തൂവര നമ്മുടെ വീട്ടിലുണ്ടായ തൂവരയാ നല്ല ഇഷ്ടമാണ്. അപ്പം ഞാനവിടെ ഒരു ലേശം വെച്ചിട്ട് ഉണങ്ങി അതെത്ര 3 ട്രിപ്പാണ്ടായിട്ട് അടിക്കിനിപ്പോ ഉണങ്ങിയിട്ട് കൊറേ ദിവസമായി അവിടെ പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടിട്ടേ അങ്ങനത്തെ നമ്മൾക്ക് എടുക്കാൻ സമയമില്ലാണ്ട് ഉണങ്ങി കടിച്ചു അത്. അപ്പം ഞാൻ കുറച്ചവിടെ വെച്ചിട്ട് ബാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഉണ്ണിമോൾ അത് അങ്ങനെ കഴിച്ചിട്ടില്ലാന്ന്. അപ്പം അത് കുക്കർ ഒഴിയണം നമുക്കേ മുട്ടയിൽ ഇതാക്കാനായിട്ട്. അപ്പോൾ മോളുടെ ഇനിയുള്ളത് വലിയ കുക്കറാണ്. അപ്പോൾ ഈ ചെറിയ കുക്കറൊന്ന് ഒഴിച്ചെടുക്കാനായിട്ട് അത് കാച്ചാൻ പറയാം ഞാൻ. അപ്പം അത് കാച്ചിയ എല്ലാവരും ഓരോ ഗ്രോ ബാഗിൽ ചീരക്കൃഷി 2-4 കട നട്ടിട്ടുണ്ടെങ്കിൽ ചീരത്തൊന്നും മതിയാവാലോ ഉണ്ണിയെ. മാളുവിൻ്റെ അടുത്ത് പോയാലും ചീരയ്ക്കൊരു ഇതില്ലല്ലോ നമുക്ക്. നാളികേരം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇന്നലെ വൈകുന്നേരം വെച്ച പോലെ നാളികേരം ഇടാണ്ട് വെച്ചാൽ മതി. സബോള കുറച്ചധികം കേട്ടോ, ഉള്ളിയും സബോള മരിഞ്ഞേരം. നല്ല ബുദ്ധിമുട്ട്. അമ്മയ്ക്കാണെങ്കിൽ ഉള്ളി എന്ന് പറഞ്ഞ് നിൽക്കും അമ്മ. ഞാനാണെങ്കിൽ സവാള എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച. അതല്ല, ഉള്ളി അരിഞ്ഞിട്ട് കണ്ണ് കണ്ടില്ല ആളുടെ കരഞ്ഞതോടുകൂടിയായി. ഉള്ളി ആൾക്ക് ഭയങ്കര അലർജിയാ. എനിക്കാണെങ്കിൽ എനിക്ക് ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു കേട്ടാ. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഉള്ളിയും ഞാനിതുപോലെ ഇനിയാ ഉള്ളിയൊന്നും ഞാൻ അധികം എടുക്കില്ല. ഒരു 2 ഉള്ളി എടുത്ത് അവസാനിപ്പിക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടാ. ഇപ്പം ഉള്ളി എനിക്ക് കണ്ണിന് അത്ര പെട്ടെന്ന് ഇപ്പോൾ വെള്ളം വരില്ല. ഒക്കെ ബസ്സിലിരിക്കുമ്പോഴൊക്കെ ആദ്യം ഞാൻ ഇവിടെ നിന്ന് 2 സ്റ്റോപ്പ് എത്തുമ്പോഴേക്കും എനിക്ക് അയ്യോ ഛർദ്ദിക്കാൻ വന്നു. ഇപ്പം എനിക്ക് കുറേ വഴി ഇരുന്നാലും എനിക്ക് കുഴപ്പമില്ല. അതാണ് ഞാൻ KMBയിലേക്ക് വന്നിട്ട് എനിക്ക് ഏറ്റവും വലിയ ഉപകാരം ഉണ്ടായത്. യാത്രകൾ ചെയ്യാൻ ഇത്തിരി പറ്റും എനിക്കിപ്പോൾ. കുറേയൊക്കെ ചെയ്യുമ്പോൾ വയ്യാണ്ടാവും കേട്ടോ. കുറച്ചൊക്കെ ഇഷ്ടമൊന്നല്ല, എന്നാലും ആദ്യത്തേനെ വിട്ട് മോൾക്കും അതല്ലേ മണ്ണമ്പട്ടയ്ക്ക് കുറേ നാൾ വന്നു. പക്ഷെ ഇപ്പൊ ഇന്നലെ പോയി വന്നിട്ട് എനിക്ക് കുഴപ്പമുണ്ടായ അവിടെ നിന്ന് ഇങ്ങോട്ട് കുഴപ്പമുണ്ടായില്ല. ഈ തൃശ്ശൂരിന്ന് ഒല്ലൂര് വരെ എത്തിയപ്പോ ഛർദ്ദിക്കാൻ വന്നു. ചില ബസ്സിന്റെ അതന്നെ ചില ബസ്സുകളിൽ വണ്ടികളുടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കുറേയൊക്കെ സീന. അപ്പോൾ അതന്നെ അടച്ചിട്ട വണ്ടിയിൽ കയറണ്ടെന്ന് പറഞ്ഞിട്ട് അത് തുറന്ന വണ്ടിയിൽ പോയി കയറിയതാ. എന്തോരം നോക്കിയിട്ടാണ് അത് കയറ്റിയേ. ആവട്ടെ ഉണ്ണി. അല്ലെങ്കിൽ
അടഞ്ഞു കിടക്കുമ്പോ ഛർദിക്കുന്നു പറഞ്ഞിട്ട്. അവിടെ നിങ്ങൾ പിന്നെയും വേഗത്തില്ലേ? അത് മോള് കുറച്ചേരം കിടന്നില്ലേ, മയങ്ങിയില്ലേ, അതാണ്. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചേന്നാ, എത്താറായാവോ? കോട്ടപ്പുറന്ന് കേട്ടപ്പോ എനിക്ക് തോന്നി തൃശ്ശൂര് എത്താറായിന്നോ തോന്നുന്നു. കോട്ടപ്പുറത്തൊന്നും ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല. അപ്പൊ മോൻ വിളിച്ചിട്ട് കേൾക്കുണ്ടായില്ല. ഫോൺ വിളിച്ചിട്ടല്ല. അത് അതിന്റെ ഉള്ളിലാ, അതിന്റെ ഉള്ളിൽ ഒരു 100 സാധനങ്ങളുണ്ട്. ഇതിടാൻ പോട്ടാ. ചീരയല്ല മോനെ വെക്കിന്? കടുക് അല്ല, ചീര വെക്കാനല്ലേ? മുളക് പൊടി ഇടണ നീ? മതി, ഇത്തിരി എരിവ് മതി. നല്ല മറ്റേ മുളകല്ല ചേർത്ത് നോക്കണം, നാടൻ മുളകാ. അപ്പൊ ചീരപ്പേരീനെ മോള് ഇപ്പുറത്തെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പം അപ്പുറത്തെ അടുപ്പത്ത് നമുക്ക് എന്നിട്ട് മോനെ തുവര വെളുത്തുള്ളി ഉള്ളി അല്ലേ? സാധാരണ തൃശ്ശൂർ കാച്ചലല്ലേ? വെളുത്തുള്ളി ഇട്ടിട്ടില്ലേ? തുവര കാണാത്തവരുണ്ടാവും, ഒന്ന് കാണിച്ചു കൊടുക്കും. കാണാത്തവരുണ്ടാവൂലേ? ഇങ്ങനെ കണ്ടറിയില്ലല്ലോ. ഇങ്ങനെ കാണണ്ടേ? അതിന്റെ മുഴുവനാ കാണണം. മുഴുവൻ ബീൻസ് പോലെ തന്നെ. ബീൻസ് അല്ല, നമ്മള് മോടത്തില്ലേ ഒരു സാധനം, പട്ടാണി പോലെ തന്നെ ഒരു സാധനം അത്. അപ്പൊ അതിന്റെ വലുതുണ്ട് ചെറുതുണ്ട്. നാടനാകുമ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാകുമ്പോ തീരെ ചെറുതാ. പിന്നെ പുറത്തുനിന്നൊക്കെ വരുന്നതാണെങ്കിൽ നല്ല വലിപ്പുണ്ടാവും, നല്ല വലിയ മണിയാ. പച്ചയിലാണ് അത് കൂടുതൽ ടേസ്റ്റ് കിട്ടാ. ഇത് അങ്ങനെ തന്നെയാ, ഈ തുവരും പച്ചയിലും വേറെ ടേസ്റ്റാ. അതന്നെ, പയറിന്റെയും പച്ചപ്പയറിന്റെയും ഒക്കെ. അതന്നെ. വലുതായി അത് കയ്യിലുണ്ടെന്ന് പൊന്നിച്ച് കാണിച്ചേ. ഇതേ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, വേണ്ട. പച്ചക്ക് ഇത് ഇങ്ങനെ കളറാ? പച്ചക്ക് പച്ച കളറ്. ഇത് ഉണങ്ങിയപ്പോ ഇങ്ങനെ ഇതാ, ഉണങ്ങി അത് ഭയങ്കരമായിട്ട് ഇതാവും ചെയ്തു. കരിയും. ഇടിച്ച പൊടിയില്ലേ മോനെ? മോളെന്റെ പോലെയല്ലാട്ടാ, വെളിച്ചെണ്ണയൊക്കെ വളരെ കുറവാണ് ഒഴിക്കുന്നത്. ആര് വേണ്ട മോനെ? ആ ചോപ്പ അതാട്ടെ, കാശ്മീരിയ. കാശ്മീരി നല്ല ചോപ്പ് കളർ ഉണ്ടാവും. അത് മതി. ഇതിലുണ്ടാവും ഇടിച്ച പൊടിയല്ല ഉണ്ട്. അമ്മ എണ്ണ കൂടല. അമ്മയുടെ മീൻകറിയൊക്കെ ഇവിടെ കുഞ്ഞൻ പറയും, അമ്മയുടെ മീൻകറിയിൽ നിറച്ച എണ്ണ, എന്നിട്ട് ഒരു ഊറ്റി കളയും. അതിങ്ങനെ ഞാൻ എണ്ണ കൂടുതല. എണ്ണ കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഇല്ലാണ്ടോ ഇഷ്ടമില്ലാണ്ടോ എല്ലാവർക്കും മുഖത്ത് കുരുവരുവേ. അപ്പൊ അത് അവൾക്ക് ഇഷ്ടമല്ല. പിന്നെ എണ്ണേരെ ഒരു ഇത് കൊറേ എണ്ണയാവുമ്പോ ചിക്കനിലൊന്നും അങ്ങനെ എണ്ണ ഉണ്ടാവാറില്ല. മീൻകറി വറ്റിക്കിനേലാണ് അമ്മ എണ്ണ ഒഴിക്കുന്നത്. ഉപ്പേരിയിലൊന്നും പിന്നെ അങ്ങനെ അറിയില്ലല്ലോ. മീൻകറിയിലാവുമ്പോ ചാറ് വേറെ ആയിട്ട് വരുമ്പോ എണ്ണ തെളിയും. കണ്ടാ തോര അങ്ങനെ റെഡി ആയി. കഴിച്ചു നോക്കിയേ, വെന്തില്ലേ? മറ്റേത് ഒരേടെ രസമൊന്നും ഇല്ല. ഇത് പയറ് കൂട്ടാൻ വെച്ചോണ്ടിരിക്കണ്ടോ? കുത്തിക്കച്ചി പോലെ ഉണ്ട്.
പക്ഷെ അത് നമ്മുടെ വീട്ടിൽ ഒരു വളമിടാത്ത സാധനാ. ഒരു വളം ഇട്ടിട്ടില്ലേ, വെറുതെ 2 കൊല്ലം കണ്ടായി ഇതിന്റെ കട നിൽക്കണ്. ഈ ചീരയുടെ കഥ പറഞ്ഞ പോലെ തന്നെയാ. അത് മുന്ന് പൊടിച്ചുണ്ടായി വരുന്നതാ. കുറച്ച് റോസിലേക്ക് പറിച്ചുകൊണ്ടുപോയി ബന്ധു. അങ്ങനെ തൊലിക്ക് ഇത്തിരി കട്ടിയാല മോനെ, തൊലിക്ക് ഇങ്ങനെ നല്ലൊരു കട്ടിയാ, കടലേര പോലെ. അത് മറ്റേ പച്ചക്ക് ഉള്ളപ്പോഴും ഉണ്ട്. പക്ഷെ പച്ചക്ക് ഇതിന്റെ തീരെ വേറെ ടേസ്റ്റാ. എന്നാലും ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കാന്ന് മാത്രം. ഉണ്ണിമോള് വിശന്നിട്ടാ പോയിക്കണു, വേഗം ആക്കിക്കോ കാപ്പി. പഠിക്കുമ്പോ അങ്ങനെ എപ്പോഴെപ്പോഴൊന്നും ഇന്നലെ വൈകുന്നേരം ചോറിട്ടില്ല, അതാണ് ആൾക്ക് വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ടുള്ളോ? എന്നിട്ട് മോനെ അടിക്കിന് നാളികേരപ്പാല് എടുക്കാൻ. ഏതിലേക്കാ? അത് മറ്റേ മുട്ടക്കറിയിലേക്ക്. മുട്ടക്കറിയിലേക്ക്. അടുത്ത ചീഞ്ചട്ടി വെച്ചൂല്ലോ മോനെ. ഇതാക്കട്ടെ. ചീഞ്ചട്ടി അത് കുറയ്ക്കുന്ന, അത് ഭയങ്കരമായിട്ട് ഇതാവണതാണ്. ഞാൻ അടുത്തത് എന്നിട്ട് വെച്ചാൽ പറയേ. മുട്ടക്കറി എന്ന് പറഞ്ഞില്ലേ നമ്മള്, മുട്ടയും പിന്നെ എന്നിട്ടോ പനീർ കറി. പനീറും ഇട്ടിട്ട് ദോശയിലേക്കുള്ളതാണ്. കുറച്ച വേണ്ടോ? ഒരു ഇത്തിരി ആയാലും വേണം അത്, അല്ലാണ്ട് ശരിയാവില്ലല്ലോ. പിന്നെ പനീറൊക്കെ അല്ലാണ്ട് വേറെ ഒന്നിനും കറിയാക്കാനുള്ളതില്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയ പനീറല്ലേ മോനെ, അതൊരു തുണ്ടല്ലോ, അത് മതി. പക്ഷെ ദോശക്കൊക്കെ തിന്നാൻ ഇത്തിരിയല്ലേ വേണ്ടു. ഒരു ഇഞ്ചി എന്നിട്ട് കിട്ടും മോനെ, ഒരു സബോള, ഒരു കുഞ്ഞ കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിയും വളരെ കുറച്ച് സാധനങ്ങളായിട്ട് എൻ്റെ മുകളിൽ എടുക്കണുള്ളൂ. വേപ്പിൻ്റെ ഇല. ഞാൻ അമ്മയുടെ കറികൾ തന്നെ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണെന്നാണ് അവർ പറയാ. അതിനേക്കാട്ടിലും എളുപ്പമായിട്ട് എൻ്റെ മോളുടെ കറികൾ ചെയ്യാൻ. അപ്പം അത് ചോപ്പർ കൂട്ടലിലൊക്കെ നടിച്ചെടുക്കാമല്ലോ മോനെ. അരിഞ്ഞെടുത്താലും മതിയില്ലേ? അല്ലെങ്കിൽ കുഞ്ഞാൻ അത് തരയും. അപ്പൊ ഇതാവുമ്പോ ആള് കഴിച്ചോളൂ, തെരഞ്ഞാ കിട്ടില്ല. തെരഞ്ഞിരിക്കും ഒരു ദിവസം. കുഞ്ഞിന്റെ പേരൊന്ന് ശരിക്കും പറഞ്ഞു മോനെ. മിന്നൽ ലക്ഷ്മി. കുറെ ആൾക്കാർ ചോദിച്ചു കുഞ്ഞെന്ന് വിളിക്കുന്ന. ഞാൻ ഉണ്ണിമോളുന്നാട്ടാ വിളിക്കുക, ഇവിടെയാണ് കുഞ്ഞെന്ന് വിളിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു. അമ്മ അവിടെ കടയില് മീൻ വറക്കണില്ലേ, അതിന്റെ ബാക്കി ചട്ടിയാട്ടത്. അതിന്റെ വേറെ ഒരെണ്ണം ഞാൻ മാള് തന്നപ്പോ അത് മോൾക്ക് കൊണ്ടു കൊടുത്തതാ. അവിടെ അത് വലിയ കാര്യമില്ലേ, അവിടെ ഈ പാത്രത്തിൽ എന്ത് കറി വെക്കാനാ. അപ്പം ഞാനത് മോൾക്കാവുമ്പോൾ അത് ഉപകാരപ്പെടുന്നു എനിക്ക് തോന്നി. അപ്പം ഞാനത് ഇങ്ങോട്ട് കൊണ്ടു കൊടുത്തു. പക്ഷെ അത്ര നല്ല പാത്രമല്ല അല്ല മോനെ, പെട്ടെന്ന് പുകയോ അത്. കറിയൊക്കെ ആക്കിട്ട് വെക്കാണ്, വെള്ളം പോലത്തെ കറിയൊക്കെ ആക്കിട്ട്. ഫ്രൈ ഒന്നും ആക്കാൻ സുഖമില്ല. ഏതാണ്ട് മൂത്തുണ്ട്. ഇപ്പൊ തുണ്ട് മഞ്ഞപ്പൊടി, തുണ്ട് മുളക് പൊടി, കാശ്മീരി ചില്ലിട, മല്ലിപ്പൊടി ഒന്നും വേണ്ട, കുരുമുളക് പൊടി. തുണ്ട് മതിയിട്ട് ഒരു വലിയ കാര്യമായിട്ട് വേണ്ടേ. പിന്നെ മസാലപ്പൊടി. മുട്ട ആണല്ല മോനെ അപ്പുറത്ത്. മുട്ട, കാടമുട്ട. തക്കാളി, തക്കാളി ചോപ്പറിൽ അടിച്ചു അല്ലേ.
ഇടാം. രണ്ട് വിസിൽ വന്നപ്പോൾ കാടമുട്ട ഓഫാക്കിയില്ല മോനെ. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. എവിടെ കൈ കൊണ്ടാ ചെറുതായിട്ട് അതുമൊക്കെ കൊണ്ടുണ്ടെങ്കിൽ അപ്പൊ പൊളയ്ക്കും. ഇതായിണ്ട് ഇല്ലേ പനീറിൻ്റെ പനീർ വേറെ സെപ്പറേറ്റ് ഫ്രൈ ഒക്കെ ചെയ്തിട്ടാണ് ആക്കുക. പക്ഷെ ഇത് തിരിയല്ലോ, നേരിട്ട് അതിലേക്ക് ഇടാല്ലേ മോൻ. ഇത് കുറച്ചറിയില്ലിട്ട് ഇളക്കാം. അപ്പോൾ അത് അതിൽ നല്ല ഇതായിട്ടൊക്കെ പിടിച്ചോളും. ആകെ 5-6 കഷ്ണം പനീറുള്ളൂ. അതിൽ ചൂടാവുമ്പോൾ ശരിയായിക്കോളും. ഫ്രിഡ്ജിലെല്ലാം ഇരുന്നോടനെ അതാണ് ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്നത്. മതിയില്ലേ? ഇത് 2-ാം പാല്. ഇതൊരു എന്തോരം നാളികേരം എടുത്തുണ്ടാവും? ഒരു മുറി എടുത്തുണ്ടാവും അല്ലേ? മുറി തയ്ച്ചുണ്ടാവില്ലേ? ഇതെടുക്കടോ ഞാൻ ആ ബീൻ എന്നിട്ട് മുന്നിട്ട് ബീൻസ് ഇല്ലേ നേരത്തെ കാണിച്ചതല്ലേ? ഫ്രോസൺ ബീൻസ് ഹൈലൈറ്റ് മാളി പോയപ്പോ ഞാനത് മറ്റേ പച്ചപ്പട്ടാണിയാന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച. പക്ഷെ കണ്ട ഇത് ഭയങ്കര കണ്ട സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബീൻസ്. അത് സാലഡിലൊക്കെ ഇടുന്നത് അത്ര. ഒറിജിനൽ ബീൻസ് അത്, അതായത് ഡ്രൈ ആക്കാത്ത ബീൻസ് ഇല്ലേ, ഉണങ്ങിയിട്ടുള്ള ബീൻസ് നമുക്ക് കിട്ടുക. ഇത് പൊളിച്ചിട്ട് നമ്മുടെ കടയിൽ വരാറുണ്ട് അത്. ഇത് ഇതിലിട്ട വേവില്ലേ? വേഗം വേവണതല്ലേ? ഇത് ഇതിലിടാട്ടോ. വേവില്ല കാര്യം ഇപ്പൊ പറയാട്ടാ. ഇത് കഴിച്ചു കഴിയുമ്പോ അത് ചെയ്തത് അത് വെന്തിലിങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടാ. എന്താ വെച്ചാൽ അത് കടിച്ച് തിന്നാൻ വെറുതെ. സ്വീറ്റ് കോൺ ഇല്ലേ അതിന്റെ പോലത്തെ ടെക്സ്ചർ അതിന് മധുരമില്ലാന്ന് മാത്രമേ ഉള്ളൂ. സ്വീറ്റ് കോൺ പോലെ ഇരിക്കുന്നത് വേവായിരിക്കും. വെന്തില്ലെങ്കിലും വെറുതെ കഴിക്കാനും പറ്റണ സാധനമാന്ന് പറഞ്ഞു മാളു. സാലഡിലൊക്കെ ഇട്ടിട്ട് ആൾക്കാർ കഴിക്കണതാണ്. ഇപ്പൊ ഉണ്ടെങ്കി ഇടാട്ടാ. ഇത് എന്തിട്ട് ചെയ്യണ്ടേന്ന് അറിയാത്ത കാരണം ഇതിലിട്ടതാ. അപ്പൊ നമ്മുടെ പരീക്ഷണ സത്യത്തിൽ ഇങ്ങനെ ഇട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവോ എന്നുള്ളത് ഇപ്പൊ പറയും കഴിക്കുമ്പോ അല്ലെ മോനെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ എടുക്കണ കാണാൻ. അതിന്റെ ഇടയിൽ ഓരോ പച്ചകളൊക്കെ ദോശയിൽ ഒഴിക്കുമ്പോഴാണ് അതിന്റെ ഭംഗി അറിയാ നമുക്ക്. അടുത്ത അതെന്താ ബീൻസ് എന്താണോ അറിയില്ല, നോക്കട്ടെ. ബീൻസ് എന്താ അത്രക്കുള്ള വേവുള്ളൂ ഇന്നല്ലേ? രസണ്ടാ? പച്ച രസല്ലേ? അത് രസപ്പെടണം ഉണ്ണിയനി നമ്മള്. മൂക്കാത്ത പയറിന്റെ മണി തന്നെയാണ് പോലെ തോന്നുന്നുണ്ട്. ഇനി അതില് എന്നിട്ടാ മുട്ട പൊളിച്ചാ മുട്ട ഇടാം. പാലൊഴിച്ചോ? മറ്റേ പാല് മുട്ടയിൽ കിടന്ന് അത്രയ്ക്കായാൽ മതി. വെന്ത മുട്ടയല്ലോ. അമ്മ ഇങ്ങനെ 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 വരഞ്ഞിടും അതിൻ്റെ ഉള്ളിക്കൊക്കെ ഒന്ന് പിടിക്കാൻ. അപ്പോഴേ മറ്റേ കോഴിമുട്ടയാണെങ്കിൽ അങ്ങനെ നമ്മുടെ മറ്റേ പനീർ അങ്ങോട്ട് ഉടഞ്ഞു പോയില്ലോ മോളിനെ. ഇത്തിരി പനീർ അങ്ങനെ നല്ല സോഫ്റ്റ് ആയില്ല അത്. നമുക്ക് കറക്റ്റായിട്ട് അറിയില്ലല്ലോ അതെങ്ങനെയാ. എന്നാലും ഉണ്ട് കഷ്ണമായിട്ട് കിടക്കുന്നുണ്ട്. മതി. ഉപ്പിട്ടിട്ട് കൂടാവോ?
ആ ഉപ്പിൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോഴാണ് ആ കറിക്കൊരു ടേസ്റ്റ് നമുക്ക് തോന്നുള്ളൂ. ഉപ്പ് ഇത്തിരി അധികം ഉള്ളവരാണേ. അടുത്തത് എന്തിട്ടാ? ഇത് ഒന്നാം പാല്. ഒന്നാം പാൽ ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു അപ്പടി വേണ്ടല്ലോ. മതി മതി മതി, ആവശ്യമുള്ളത് മതി. ഒരു നേരത്തേക്കാണേ, പിന്നത്തെ നേരത്തേക്ക് വേണ്ട. അതാണ് ഫ്രിഡ്ജിൽ ഇരുന്നിട്ടേ പിന്നെ അത് ആദ്യം എടുത്ത് പണി കൂടുതലാ. ചൂടാക്കി പാത്രം കഴുകി പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് എടുക്കല് കുറവാണ്. ഇവിടെ ഫ്രിഡ്ജിലത്തെ ഭക്ഷണങ്ങൾ ഇത്തിരി കുറവാ. പാപ്പ കഴിയും. ഇപ്പോൾ ചെറിയ കറികളൊക്കെ വെക്കേണ്ട രീതികൾ വരുമ്പോഴാണ് അമ്മയുടെ ആയാലും മാളുവിൻ്റെ ആയാലും പറ്റില്ല. മാളു അധികമാ. കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആൾക്കാരില്ലല്ലോ മോനെ. ആ, അപ്പൊ അധികം വെക്കും മോള്. ഞാൻ അധികം തന്നെ വെക്കാറ്. ഇപ്പൊ കുറച്ച് നാളായിട്ടുള്ള കുറച്ച് വെച്ച് ശീലിച്ചിട്ട്. ഇവിടെ അധികം തന്നെയായിരുന്നു ആദ്യമൊക്കെ ഉള്ളപ്പോ. അച്ഛനും ഒക്കെ നല്ലോണം കറി വേണേ ദോശയൊക്കെ കഴിക്കാൻ. അതന്നെ ഇപ്പോഴാണ് കുക്കറില് സാമ്പാർ. അച്ഛനായോട് കൂടിയാലും മോനെ കറികൾ വളരെ. അമ്മക്ക് കുഴപ്പമില്ല. അമ്മക്ക് അത്ര അധികം കറികളൊന്നും വേണ്ട. ഉപ്പേരി കറി ആയാലും മതി. അച്ഛൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ചാറ് കറി. അച്ഛനും കുഞ്ഞനാണ് ഇവിടെ ചാറ് കറി വെക്കണ ആൾക്കാർ. കുറച്ച് മല്ലിയല്ല ഇടായില്. മല്ലിയലും കൂടി ഇട്ടിട്ട് വേപ്പിൻ്റെ രണ്ടെണ്ണം ഇട്ടുണ്ട്. മതി. അയ്യോ മോനെ എന്തിട്ട പരിപാടി? ദോശ ഉണ്ടാക്കി. അമ്മ ഫോണില് അപ്പോഴേക്കും സംസാരിച്ചു. അപ്പൊ എന്നിട്ടാ നെയ് റോസ്റ്റ് ആണോ? നെയ് റോസ്റ്റ് ഒന്നല്ല. നെയ് റോസ്റ്റ് ചാടിന് ഇഷ്ടല്ല. നെയ്യിന്റെ 2 ഈശം മുട്ട എണ്ണീട്ടാണ് കേട്ടാ പുഴുകി വെക്കണത്. ആ 2 മുട്ട മോള് കഴിക്കില്ലേ? അപ്പൊ പിന്നെന്തിനാ ബാക്കിയാ? എന്നിട്ട് ബാക്കിയാ ശ്രീക്കുട്ടിനെ കാണിക്കണോണ്ട് 2 മുട്ടയും കൂടി പുഴുകിയിട്ട് വിട്ടു. ഉള്ളി മോൾക്ക് കൊടുക്ക അടുത്ത ട്രിപ്പില്. അയ്യോ എനിക്ക് ചീരക്കറി വേണ്ട കേട്ടോ മോനെ, എനിക്കൊരു കറി മതി. ഉച്ചക്ക് വരും. ഉച്ചക്ക് വരും. ഞായറാഴ്ച ആയിരുന്നു ഉച്ചക്ക് വരും അല്ലേ? അപ്പൊ മോനുള്ളതാണ്. ഈ മോന്റെ പ്ലേറ്റ് ആണുള്ളത്. അതാണ് കാണാൻ ഭംഗി ഇത്തിരി. അപ്പൊ എല്ലാ കറികളും ഇട്ടിട്ടുള്ളത്. ചീരി ഇട്ടുണ്ട്, ചിക്കൻ ഉണ്ടല്ലോ, അത് ഇടുന്നില്ലേ? അതെ ചായക്കുള്ളതൊക്കെ ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. കഴിക്കാനുള്ള ആൾക്കാർ എത്തിയിട്ടില്ല. ഒരു കപ്പ് ചായ കൂടി എടുത്തിട്ടില്ല. ചായ എടുത്തിട്ട് വരും. ചിക്കൻ വേണം. ചിക്കൻ വേണം. ചിക്കൻ കൂട്ടി കഴിച്ചോക്കടാ. ആൾക്ക് ചോറിനോടാണ് ലക്ഷ്യം. അത് വേറെ എന്ത് ആയാലും ആൾക്ക് അതുണ്ട്. എൻ്റെ പോലെയാ. അവിടെ ഒരു ബോധിക്കില്ല. അത് പൊട്ടശീലെന്ന് പറയാൻ പറ്റില്ല. ആള് പറയണേ എല്ലാവരും ഇത്തിരീശ മോശം ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് ആൾക്ക് കിട്ടി നോക്കണ്. പിന്നെ നിങ്ങൾ ഒന്നും പറയണ്ടാന്ന്. എൻ്റെ മോള് ഗുഡ് ഗേളാണ് കേട്ടാ. എന്നാലും നമ്മളിങ്ങനെ പറയില്ലേ. വേറെ ആരുമില്ല. പോവാട്ടാ. നോക്കൂ, പോവാണ് കടയിലേക്ക്. ഇനിയിപ്പോ നമ്മുടെ ജ്യൂസ് കൂടി വരെ കഴിഞ്ഞു മോനെ. ഇനി അടുത്തത് എന്നിട്ട് ചെയ്യാൻ പോട്. മാങ്ങ ഇന്നലെ ഗുരുവായിരുന്നു. നല്ല മാങ്ങയാട്ടോ അത്. പഴുത്തത് അടിപൊളി മാങ്ങയാ. ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി അല്ല ഉപ്പ് പൊടിയല്ല കേട്ടോ. കുറച്ച് മുളക് പൊടി കുറച്ച് മതിട്ടാ. കാട്ടുകാലൊക്കെ ആയി തന്നെ നല്ല എരിവ.
ചുണ്ടൊക്കെ പൊട്ടിയിരിക്കണ കാരണം. അല്ലെങ്കിൽ എരിവ് ഇത്തിരി കുറയ്ക്കുന്നത് നല്ലതാണ് മുളുവോ. ഈ കുറവ് ഇഷ്ടമല്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു കുറച്ച് എരിവ് ഇഷ്ടം തന്നെയായിരുന്നു. പേരിലൊക്കെ നല്ല എരിവാണ് അവിടെ. അപ്പൊ പിന്നെ ഇതൊന്ന് കുറച്ചുണ്ട്. വെയിൽ നല്ല കുറവാലുണ്ണിയേ. ഇവിടെ ഇറയത്ത് കത്തുന്ന വെയിലാണ് കേട്ടാ. ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും വാടൂല മോനെ. മുകളിൽ കൊണ്ടുവച്ചാൽ വേഗം വാടും. അപ്പോൾ ഇതേ മോൻ വന്നു ഉച്ചയ്ക്ക് ചോറിനാൻ. ഞായറാഴ്ച മാത്രമേ വീട്ടിലേക്ക് ചോറിനാൻ വരിക. ചോറ് വേണ്ടേ? എന്തിട്ട് കഴിച്ച ആ ദോശ കഴിച്ചതാ? അപ്പോൾ ഞങ്ങൾക്കൊക്കെ വെച്ചിരുന്നല്ലോ മോനെ. അതെ ജ്യൂസ് കുടിച്ചോ? ജ്യൂസ് ഐസിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ടുണ്ട്. കസ്കസ് സൂപ്പറല്ലേ? അടിപൊളി എന്ന് പറയും ഇങ്ങനെ കാണിച്ചിട്ട്. ആ സൂപ്പർ. എല്ലാവർക്കും ഒരുപോലെ ഇനിയായിരുന്നു. അത് മതി മധുരം. മധുരം ഇനിയിട്ടാൽ നല്ല രസം ഉണ്ടാവും. അത്ര മതി. ആ അത് ഐസിൻ്റെ അല്ല മുകളിലത്തെ കുടിക്കിനി. അതാ മധുരക്കിൻ്റെ അത് മതി. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നൂല്ലേ മോളുവാ? ചോറ് വിളമ്പേണ്ട നേരമായി നമ്മുടെ. അപ്പോൾ ചോറ് അങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. തുവര തക്കാളിക്കറി കേട്ടോ. തക്കാളിയും കയ്പയ്ക്കും. ഉണക്കമീൻ, അച്ചാറ്, മാങ്ങ ഉപ്പിലിട്ടത്, ഒരു കുറവുണ്ട് കേട്ടോ മോനെ. പപ്പടം, ചിക്കൻ കറി. വേണ്ട മതി. കുറവുണ്ടെന്ന് പറഞ്ഞതാ അമ്മ. പപ്പടം വയ്ക്കുമ്പോൾ അത് സ്ഥലമില്ലാണ്ടായി. എൻ്റെ മുള് പിന്നെ പപ്പടം വറക്കാൻ ഞാൻ ഉണ്ട്. പപ്പടം വലിയ ഇഷ്ടമല്ലേ ആർക്കും. ഇനി ഒഴിച്ചു കൂട്ടാൻ. അപ്പോൾ കഴിഞ്ഞൂല്ലോ മോനെ. അപ്പയ്ക്ക് കൊണ്ടുകൊടു കുണ്ണി. ബാക്കി എല്ലാ പാത്രങ്ങളിലും മോള് വിളമ്പുണ്ട് കേട്ടാ. നല്ല ടേസ്റ്റാടാ. കക്കിനൊന്നുമില്ല അത്. അപ്പം അങ്ങനെ ഇന്ന് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കൽ ആയി. ഇനി ഇതൊക്കെ കഴിച്ചിനി മോളും അതെ ഒരു ദിവസം ഒഴിവുണ്ടെങ്കിൽ ഇത്രയും നേരം ഇങ്ങനെ എല്ലാ പണികളും ഉണ്ടാവും. അടിക്കൽ, തുടക്കൽ, കോരല്, പിന്നെ അടക്കൽ, പിടിക്കൽ, മുറ്റത്തെ കാര്യങ്ങൾ, ചെടിയിലെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ദിവസം ഒഴിവുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരങ്ങളിൽ വന്നിട്ട് കളി ചെയ്യും കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷം കേട്ടോ. അപ്പോൾ നാളെ വേറൊരു വിശേഷവുമായി വരുന്നതിലേക്കും